ഹായ് ഡിയേഴ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ വന്ന് പച്ചക്കറി, തേങ്ങ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം അടുപ്പിൽ തീ മൂട്ടിയ ശേഷമാണ് ബാക്കി പണികളൊക്കെ തുടങ്ങുന്നത്. ഇന്ന് രാവിലത്തെ കടി ഓട്ടട ആയിരുന്നു. അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങ ചെരണ്ടാണ്. മാവ് ഞാൻ ആദ്യം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉപ്പും തേങ്ങയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സാക്കി നമ്മൾ ഓട്ടടൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചേരിയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. വിറകിനേക്കാളും നല്ലത് ചേരിയാണ്. ഇനി അത് ചൂടായ ശേഷം ഒന്ന് തുടച്ചതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓട്ടടക്കൊക്കെ അധികം തീയില്ലാത്തതാണ് നല്ലത്. ചെറിയ ചൂടിൽ ആക്കം പോലെ വേവണതാണ് നല്ലത്. ഇനി നമുക്ക് അടച്ച് വെച്ച് പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. ഇനി ഓരോന്നോരോന്ന് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഉരുളങ്കിഴങ്ങ് കറിക്കുള്ള മുരിങ്ങക്കായ് ഇതൊക്കെ അരിഞ്ഞു. പിന്നെ ഓട്ടാടേക്കുള്ള കറി മുട്ട പുഴുങ്ങിയ കറിയാണ്. അതിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ കുക്കറിലിട്ട് വേവിച്ചു. അപ്പോൾ ആദ്യം വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഒരു വലിയ കുടുക്കയിൽ കുറേ വെള്ളം വെച്ചിട്ട് അത് തിളച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് ചായക്ക് മുക്കലാണ് ചെയ്യുക. അതുപോലെ 2 ഫ്ലാസ്കിലും വെള്ളം നിറച്ചേക്കും. പിന്നെ ചുടുവെള്ളത്തിനും ചായക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്ലാസ്കിൽ നിന്നാണ് എടുക്കൽ. ഇവിടെ എൻ്റെ കല്യാണം കഴിഞ്ഞ ആദ്യം തൊട്ടേ ഇങ്ങനെ തന്നെ കേട്ടോ. പക്ഷേ ഞങ്ങളെ വീട്ടിലൊന്നും അങ്ങനെയല്ല. ചായക്ക് വെള്ളം വെച്ച് അത് തിളച്ചതിലേക്ക് പൊടിയിടലാണ്. ഇവിടെ ഞങ്ങൾ ആദ്യം ഇങ്ങനെ മുക്കലാണ്. പിന്നെ ആവശ്യത്തിന് ഓരോരുത്തർക്കും മധുരം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയൊക്കെ നോക്കണത് വീഡിയോ ഓൺ ആയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കണതൊക്കെ. പിന്നെ അപ്പോൾ ഓട്ടാടയും മുട്ടക്കറിയായി. ഇപ്പാക്കൊക്കെ ചായ കൊടുത്തു. അപ്പോൾ ഉമ്മ എനിക്ക് വാഴപ്പിണ്ടി അരിഞ്ഞരുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വീഡിയോയിലുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനിതൊന്നും പഠിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ ചോറിനുള്ള അരി മട്ടരിയാണ് എടുത്തത്. അത് കഴുകി തീമട്ടതിൻ്റെ ശേഷമാണ് കുട്ടികളെ സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അവർക്ക് രണ്ടാൾക്കും സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഉരുളങ്കിഴങ്ങ് പൊരിച്ചതാണ് കൊണ്ടുപോകുന്നത്. അതിനായിട്ട് ഞാൻ ഉരുളങ്കിഴങ്ങ് അരിഞ്ഞ് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മസാല തേച്ച് പൊരിച്ചെടുത്തു. ഇനി 2 ആളെ കൂട്ടാൻ പാത്രത്തേക്കും ആക്കണം. പിന്നെ ചോറ് അവിടുന്ന് അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. കൂട്ടാൻ മാത്രം എന്തെങ്കിലും കൊണ്ടുപോയാൽ മതി. കറികളും അവിടെ ഉണ്ടാവും. സാമ്പാറൊന്നും അവർക്ക് ഇഷ്ടമില്ല. ഇനി ചില ബുദ്ധിമുട്ടുള്ള സമയം ഞാനൊന്നും കൊടുത്തയക്കാറില്ല. അവിടെ നിന്ന് തിന്നും. പിന്നെ 2 ആളും സ്കൂളിലേക്ക് പോവാണ്. പറഞ്ഞു വിട്ട ശേഷം വീണ്ടും ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് തന്നെ പ്രവേശിച്ചു. ഉപ്പും മുളകും ഇട്ട് വാഴപ്പിണ്ടി നന്നായിട്ട് കുഴച്ച് വെച്ചു. ശേഷം ഞാൻ മീൻ വെള്ളം വറ്റിക്കായിരുന്നു. പിന്നെ മുരിങ്ങക്കായും പരിപ്പും കറി വെച്ചിരുന്നു. അത് വറവിട്ടു. ഇനി ആ ചട്ടിയിൽ തന്നെയാണ് വാഴപ്പിണ്ടി ഉണ്ടാക്കുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. ഭയങ്കര സിമ്പിളായിട്ടാണ്. ചില സ്ഥലങ്ങളിൽ തേങ്ങയും പച്ചമുളകൊക്കെ ഒതുക്കിയിടും. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. അടുപ്പത്തെ പണി കഴിഞ്ഞിട്ട് വേണം ഞാൻ അടിച്ചേരി തുടക്കാനൊക്കെ. ആദ്യം നല്ലോണം ഒന്ന് ഇളക്കിയ ശേഷം പിന്നെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അത്ര വേവൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടി ഒരു ജ്യൂസ് ഉണ്ടാക്കി. എനിക്ക് 5-ാം മാസം വയറ്റിലുണ്ട്. അപ്പം ഹെൽത്തിയായ നല്ലൊരു ജ്യൂസ് കുടിക്കാൻ വിചാരിച്ച് അതുണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കാണാം. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്